ഫ്രണ്ട്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം സാലറി മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാകുന്നൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. വർക്ക്മെൻ എന്ന് പറയുന്ന പോസ്റ്റ് കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. മെയ് 26 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുന്ന ഡേറ്റും മെയ് 26. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഇതിലേക്ക് 3 കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. ഒന്ന് ഫയർമാൻ ആണ് വിളിച്ചിരിക്കുന്നത്. ഫയർമാനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കണം. ഓക്കെ, SSLC നിങ്ങൾ പാസ്സായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന, അതായത് ട്രെയിനിങ് ഇൻ ഫയർ ഫൈറ്റിംഗ് ഫ്രം എ സ്റ്റേറ്റ് ഫയർഫോഴ്സ് ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അതായത് സ്റ്റേറ്റ് ഫയർഫോഴ്സ് എന്നോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾ ഫയർ ഫൈറ്റിങ്ങിലുള്ള ട്രെയിനിങ് നേടിയവരായിരിക്കണം. ഓക്കെ, SSLC മാത്രം പോരാ, അതിൻ്റെ കൂടെ അത് വേണം. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ട്രെയിനിങ്, ഫയർ ഫൈറ്റിംഗ് എന്നുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഈ പറയുന്ന ഫയർ ഫൈറ്റിംഗ് കോഴ്സ് നിങ്ങൾ ആംഡ് ഫോഴ്സിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, എന്നാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ അപ്ലൈ ചെയ്യാം. അതായത് ഈ പറയുന്ന നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾക്കില്ല, നമ്പർ 2 ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമ്പർ 3 ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ട്രെയിനിങ് ഇൻ ഫയർ വാച്ച് ഫെട്രോളിൽ നിങ്ങൾക്കുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ബി കാറ്റഗറിയിൽ നിങ്ങൾക്ക് 1, 2, 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മതി നമുക്ക്. ഇനി അതോടൊപ്പം തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വാലിഡ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുമാണ് അഡീഷണലി നമുക്ക് വേണം. സെൻറ്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്ഥാപനങ്ങളിൽ നിന്നോ വാലിഡ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മലയാളമുള്ളവർ കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്പീരിയൻസ് വേണം അതിലേക്ക്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 1 year എക്സ്പീരിയൻസ് ആണ് സ്റ്റേറ്റ് ഫയർഫോഴ്സ് എന്ന്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വിശദമാക്കി തരാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് B1, B2, അതായത് നിങ്ങൾക്ക് SSLC നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ നിങ്ങൾക്ക് ഇതാ B1 ജസ്റ്റ് ഞാനതൊന്ന് ഡിലീറ്റ് ആക്കട്ടെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഇതൊന്ന് ഡിലീറ്റ് ആക്കട്ടെ. യെസ്, ഇവിടെ കാണാം നിങ്ങൾക്ക് Bയിൽ 1 കാണാം. ഓക്കെ, ഈ B1 ഇതാണ് നമുക്ക്, അതായത് സ്റ്റേറ്റ് ഫയർഫോഴ്സിൽ നിന്നുള്ള ട്രെയിനിങ് ആണ്. ഫയർ ഫൈറ്റിംഗുള്ള ട്രെയിനിങ് ലഭിച്ചവരാണെങ്കിൽ അവർക്ക് 1 year എക്സ്പീരിയൻസ് മതി. ഇനി അതല്ല ഫയർ ഫൈറ്റിംഗ് കോഴ്സ് നിങ്ങൾ ആംഡ് ഫോഴ്സിൽ നിന്ന് ചെയ്തവരാണെങ്കിൽ അവർക്കും എന്ത് മതി, എക്സ്പീരിയൻസ് 1 year മതി. ഓക്കെ, 1 year എക്സ്പീരിയൻസ് വെച്ചിട്ടാവും. 1 year എക്സ്പീരിയൻസ് പറഞ്ഞാൽ സ്റ്റേറ്റ് ഫയർഫോഴ്സിലോ അതല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിലോ ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് മതി. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇവിടെ 3 എന്ന് പറയുന്നത് നമ്മൾ കണ്ടു അല്ലേ, അതായത് ഫയർ വാച്ച് അല്ലെങ്കിൽ പെട്രോളുള്ള ആ ഒരു ട്രെയിനിങ്ങുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ ഒരു എന്താണ് ക്രൈറ്റീരിയ ആണ് നിങ്ങൾക്കുള്ളത് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പം ഈ മൂന്നാമത്തത് Bയിൽ മൂന്നാമത്തെ വെച്ചാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. Bയിൽ 1 അതല്ലെങ്കിൽ ഈ 2 ഇതിലേതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് 1 year എക്സ്പീരിയൻസ് മതി. ഓക്കെ, Bയിൽ മൂന്നാമത്തതാണെങ്കിൽ നിങ്ങൾക്ക് 5 years എക്സ്പീരിയൻസ് വേണം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന ഇതിലെ Bയിൽ ഏത് കാറ്റഗറി ആണെങ്കിലും വാലിഡ് ആയുള്ള ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി ഇത് രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സെമി സ്കിൽഡ് റിഗറാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക കേട്ടോ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 4ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് ഇതിലെവിടെയും പറയുന്നില്ല, ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് 4th സ്റ്റാൻഡേർഡ് മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഫെയിലായവരോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് മുകളിൽ പഠിച്ചവരോ ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എക്സ്പീരിയൻസ് വേണം ഇവിടെ. അതാണ് മെയിനായിട്ട്. 5 years നിങ്ങൾക്ക് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അത് എവിടെയാണെന്ന് വെച്ചാൽ റിഗിങ്ങിലുള്ള ഹെവി ഡ്യൂട്ടി മെഷീൻ പാർട്സ് അല്ലെങ്കിൽ അസിസ്റ്റിംഗ് ഇറക്ഷൻ ഓഫ് മെഷീനറി അതല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഈ പറയുന്ന മേഖലകളായിരിക്കണം. ഷിപ്പ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഷിപ്പ് റിപ്പയർ യാർഡിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പനിയിലോ ഒക്കെ ഉള്ള ഈ പറയുന്ന ഹെവി ഡ്യൂട്ടി മെഷീനറീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റിഗിങ്ങിലുള്ള ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി അതോടൊപ്പം തന്നെ കുക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിലേക്കാണ് CSLൻ്റെ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 7ാം ക്ലാസ് പാസ്സായാൽ മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട് വിചാരിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നത് എവിടെയും പറയുന്നില്ല, ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അത് ഈ പറയുന്ന എല്ലാവിധ ഫുഡിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാവിധ കാറ്റഗറിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലും നിങ്ങൾ എന്താണ്
ഫുഡ് ഉണ്ടാക്കാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന കുക്കിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ടത് നിങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഗസ്റ്റ് ഹൗസിലോ അല്ലെങ്കിൽ മെസ്സ് ആംഡ് ഫോഴ്സ് മെസ്സിലോ അല്ലെങ്കിൽ 3 സ്റ്റാർ ഹോട്ടലാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഫാക്ടറി ക്യാൻറ്റീൻ, സ്റ്റേറ്റ് പോലീസ് അല്ലെങ്കിൽ ലൈസൻസ്ഡ് ഫുഡ് കാറ്ററിംഗ് സർവീസ് ഏജൻസിയിലോ എവിടെയുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28 മെയ് ആണ്. ദെൻ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 20 ജൂൺ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേക്കൻസീസ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഫയർമാനിൽ 15 വേക്കൻസിയാണ്, ജനറൽ OBC അങ്ങനെ വേക്കൻസികൾ ഇവിടെ കാണാം. ദെൻ സെമി സ്കിൽഡ് റിഗറിൽ നിങ്ങൾക്ക് 8 വേക്കൻസി ജനറൽ തന്നെയാണ്, OBCക്ക് മാത്രമേ റിസർവ് വേക്കൻസി ഉള്ളൂ. SC EWC കാൻഡിഡേറ്റ്സിന് ഇതിൽ വേക്കൻസി റിസർവ് വേക്കൻസി ഇല്ലെങ്കിലും അവർക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ 9 വേക്കൻസിയാണ്. കുക്കിലൊരു വേക്കൻസി ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, റിസർവ് വേക്കൻസി ഒന്നുമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേയും ബെനിഫിറ്റ്സും ആണ് 21,300 മുതൽ 69,840 ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് മന്ത്ലി നമുക്കൊരു കണക്കാക്കുമ്പോൾ 38,407 രൂപയാണ് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇത് മറ്റു പെൻഷനും മറ്റു ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ എക്സ്ട്രാ. ഇനി ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 20 ജൂൺ 2025 എന്ന് പറയുന്നതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്ക് 40 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ SCക്ക് ആണ് ഇതിൽ റിസൾട്ട്, STക്ക് ഇല്ല. SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45 വയസ്സ് വരെയും, OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 43 വയസ്സ് വരെ, OBC NCലാണെങ്കിൽ 43 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ് സർവീസ്മാൻ ഉണ്ട്. PWD കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഫേസ് 1 ഫേസ് 2 ആണ്. ഫേസ് 1 ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ടൈപ്പ് ടെസ്റ്റാണ്. ഫേസ് 2 പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും. ഫേസ് 1 വെയിറ്റേജ് എന്ന് പറയുന്നത് 30 മാർക്ക് അതിനുണ്ടായിരിക്കും. ദെൻ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഫേസ് 2 70, അങ്ങനെ ടോട്ടൽ 100 മാർക്കിനുള്ള സെലക്ഷനാണ്. അതിൽ ഫേസ് 1 തന്നെ 2 പാർട്ടുണ്ട്. ഒന്ന് ജനറൽ പാർട്ട് A, ദെൻ നിങ്ങളുടെ ട്രേഡ് ഓർ ഡിസിപ്ലിൻ റിലേറ്റഡ് പാർട്ട് B ആണ് വരുന്നത്. ജനറൽ പാർട്ടിൽ നമുക്ക് ജനറൽ നോളജും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ ട്രേഡ് ഓർ ഡിസിപ്ലിൻ റിലേറ്റഡ് ആയുള്ള 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ 30 ക്വസ്റ്റ്യനുള്ള നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലാത്ത ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും 70 മാർക്കിന്. ഓക്കെ, അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിയിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും വെച്ചിട്ടോ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം സെൻറ്റർ നമുക്ക് കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നെങ്കിൽ കൊച്ചിയിൽ മാത്രമായിരിക്കാം അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഭാഗങ്ങളിൽ വെച്ചായിരിക്കാം നടക്കുന്നത്. ഓക്കെ, അത് അപേക്ഷയുടെ എണ്ണം ഇതൊക്കെ നോക്കിയിട്ടായിരിക്കാം. ഇനി അപ്ലിക്കേഷൻ ഫീ നമുക്ക് 400 രൂപ വരുന്നുണ്ട്. ഓക്കെ, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു ഫീസും കൊടുക്കണ്ട. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ ഫീ ഒക്കെ അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. ഇതിൽ നമ്മളൊരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരിക. പിന്നെ നിങ്ങൾ എനിക്കൊരു കാര്യം പരിചയപ്പെടുത്താനുണ്ട്. അതായത് നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി അറിയുന്നവരുണ്ടാകാം. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ജോബ്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓപ്പൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ അതായത് ജെന്യൂൻ ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനികളിൽ വലിയ വലിയ കമ്പനികളുണ്ട്. അവർ ലിസ്റ്റ് ചെയ്യുന്ന ജോബ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഓരോ മന്ത് വൈസ് നമ്മൾ ഫോൾഡർ ഉണ്ടാക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അതായത് എയർപോർട്ട് ജോബ്സ്, വർക്ക് ഫ്രം ജോബ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ഹോട്ടൽ ജോബ്സ് കാറ്റഗറി തുടങ്ങിയ എല്ലാവിധ ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ അങ്ങനെ തുടങ്ങിയ എല്ലാവിധ കാറ്റഗറി അതിൽ ഉൾപ്പെടുത്തും. വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ബൈ നൗ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇപ്പം നിലവിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ 399 ആണ് ഇപ്പം കാണിക്കുന്ന എമൗണ്ട്. അതിൻ്റെ ഒരു 40% പാടെ നിങ്ങൾക്ക് എന്താണ് ഒരു ഓഫർ ലഭിക്കും. അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട കോഡ് GOCL എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കുക. GOCL എന്ന് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കുക. എന്നിട്ട് സ്പേസ് ഇടാതെ നിങ്ങൾ 40 എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 40% എക്സ്ട്രാ ഡിസ്കൗണ്ട് 399 40% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ 200 സംതിങ്ങേ വരുള്ളൂ. അപ്പോൾ കുറഞ്ഞ ദിവസത്തേക്കായിരിക്കും ഓഫർ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ലേറ്റസ്റ്റ് ജോബ്സ് ലിസ്റ്റ് ചെയ്ത് ഇവിടെ കാണാം. കേരള ജോബ്സ് കാണാം. കേരള ജോബ്സിൽ അതുപോലെ ലേറ്റസ്റ്റ് ജോബ്സിലൊക്കെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള ജോബ്സിൽ നോക്കണമെങ്കിൽ നമുക്കത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് നോക്കുക. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ പുതിയ പോസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കാണില്ല. അപ്പോൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ല ഇവിടെ ജസ്റ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നുള്ള അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മളിത് അവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ജോബ്സ് 2025 ക്ലിക്ക് ചെയ്യുന്നു. ഫയർമാൻ എന്നുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കാണാം. പിന്നെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയുടെ ഡയറക്റ്റ് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ.
നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആവും. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളവിടെ കാണാൻ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കുക അപ്ലിക്കേഷൻ ഫോം. ആ പേജ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 28 മുതലാണ് ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആവുക. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഇത് അവിടെ വന്നിട്ട് അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ അതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്നുള്ള 2 ലിങ്ക് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വൺ ടൈം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഓൾറെഡി നിങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലോഗിൻ ID കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ലിങ്ക് വന്നിട്ടില്ല. 28 അതായത് മെയ് 28 ലിങ്ക് വരുള്ളൂ. നമ്മൾ വീഡിയോ ചെയ്യുന്നത് മെയ് 26 ഇനി 2 ദിവസം വേണം. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക് ഇവിടെ നിന്ന് കിട്ടും. ഇനി ഇതിൻ്റെ സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിലബസ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തമായുള്ള സിലബസ് കാര്യങ്ങളോടെ കൊടുക്കുന്നു. ജനറൽ നോളജിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എന്താ വരിക, പിന്നെ അതുപോലെ ഓരോ പോസ്റ്റ് വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫയർമാനിൽ അതുപോലെ സെമി സ്കിൽഡ് അതുപോലെ തന്നെ കുക്കിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ള വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അവർ അപ്ഡേറ്റ് ചെയ്യും. അവർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ലിങ്ക് കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്നതാ ഇവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്പൺ ആക്കിയാൽ ഡയറക്റ്റ് ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. ഇവിടെയാണ് അവർ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്